വൈഭവിനെതിരെ എൻ്റെ കയ്യിൽ അധികം ഓപ്ഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. രാജസ്ഥാനോട് തോറ്റ് അല്ല, വൈഭവ് സൂര്യവംശിയോട് തോറ്റ് ഫൈനൽ കാണാതെ പുറത്തായ IPL-ലെ ദ സോ കോൾഡ് റൈഫിൾ ക്ലബ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നായകൻ പാറ്റ് കമ്മിൻസിന്റെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. താൻ ഇതല്ലല്ലോ കളിക്ക് മുമ്പ് പറഞ്ഞത് എന്നായി രാജസ്ഥാൻ ആരാധകർ. വൈഭവിനെതിരെ തങ്ങളുടെ കയ്യിൽ പ്ലാൻ എയും ബിയും സിയും ഒക്കെ ഉണ്ടെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കമ്മിൻസ് പ്രതികരിച്ചത്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ തങ്ങളുടെ ബോളർമാർ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും. എന്നിട്ടോ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. വെല്ലുവിളികളൊക്കെ ആകാം, അത് തന്നെക്കാൾ 3 ഓണം കൂടുതൽ ഉണ്ടവരോടാകരുത് എന്നതൊക്കെ പഴയ ഡയലോഗാണ്. തങ്ങളുടെയൊക്കെ ക്രിക്കറ്റ് കരിയർ ആരംഭിക്കുമ്പോൾ പോലും ജനിച്ചിട്ടില്ലാത്ത ഈ കുഞ്ഞ് എക്സ്പീരിയൻസിനെയൊക്കെ എടുത്ത് അട്ടത്തിടുന്ന കാഴ്ച എത്ര ഭീകരമാണ്. പലരും ഇതിനോടകം ഇതുള്ളിൽ പറഞ്ഞു കാരണം. ജസ്പ്രീത് ബുംറ മുതൽ ജോർജ് ഹേസൽവുഡ് വരെ ഇനി ആരെങ്കിലും ഉണ്ടോ? വൈഭവ് തൻ്റെ പോളിസികൾ ആവർത്തിക്കുന്നു. പന്തെറിയുന്ന ബോളറെ നോക്കാറില്ല, പന്തുകൾ മാത്രമാണ് എൻ്റെ പരിഗണനാ വിഷയം. ഇന്നലെ വൈഭവ് അടിച്ചു കൂട്ടിയ 97 റൺസിൽ 31 പറഞ്ഞത് പാറ്റ് കമ്മിൻസിന്റെ ഓവറുകളിലാണ്. പ്ലാൻ ബിയും സിയും ഡിയും ഒക്കെ പയറ്റി നോക്കി കമ്മിൻസ്. ഒടുവിൽ നിസ്സഹായനായി അയാൾ ഗാലറിയിലേക്ക് പായുന്ന പന്തുകളെ നോക്കി നിന്നു. വൈഭവിനെ നോക്കി ഗാലറിയിലും TV സ്ക്രീനുകൾക്കുമൊക്കെ മുന്നിലിരുന്ന് ദൈവമേ ഈ കുഞ്ഞിനെ വീഴാതെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ. നേരിടുന്ന ആദ്യ പന്ത് മുതൽ ടോപ്പ് ഗിയറിലാകുന്ന ബാറ്റർമാരെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറെ കണ്ടിട്ടുണ്ട് നമ്മൾ. എന്നാൽ കരിയറിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് അവർ എക്സ്പോസഡ് ആകും. പിന്നെ സ്ലോഗർ വിളികളാണ്. കഴിഞ്ഞ T20 ലോകകപ്പിന് തൊട്ട് മുമ്പ് വരെ അഭിഷേക് ശർമ്മയായിരുന്നു ടോക്ക് ഓഫ് ദ ടൗൺ. എന്നാൽ അത് അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്ത് അയാളെ ഒരു സ്ലോഗർ എന്ന് പലരും മുദ്ര കുത്തി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ലക്നൌവിനെതിരായ ഒരു മത്സരത്തിൽ ആങ്കർ ചെയ്ത് കളിക്കുന്ന ഒരു വൈഭവ് സൂര്യവംശിയെ തുടക്കത്തിൽ ആരാധകർ കാണുന്നുണ്ട്. കാമായി ആരംഭിക്കുന്ന വൈഭവ്, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന, വിക്കറ്റുകൾക്കിടയിൽ ഓടുന്ന വൈഭവ്. പൊടുന്നനെ ഒരു ഘട്ടത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കളി കയ്യിലാക്കുന്നുമുണ്ട് അയാൾ. മത്സരശേഷം ഇത് സംബന്ധിച്ചുയർന്ന ചോദ്യത്തിന് വൈഭവ് കൊടുത്ത മറുപടി ഇങ്ങനെ: ഇക്കുറി ഒരൽപ്പം കരുതലോടെ തുടങ്ങാമെന്ന് ഞാൻ മനസ്സിൽ കരുതി. അതിനുശേഷം അയാൾ പറഞ്ഞ വർത്തമാനമാണ് പലരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ എന്ന്. പീക്ക് കോൺഫിഡൻസ്. അണ്ടർ 90 ഒക്കെ കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സീനിയർ താരങ്ങളെ നേരിടാൻ ഏറെ ആത്മവിശ്വാസത്തോടെ ക്രീസിൽ ഒരുങ്ങി നിൽക്കുകയാണ് ആ 15-കാരൻ. ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് 2 സീസൺ കൊണ്ട് IPL-ൽ നാളിതുവരെ പൊളിയാതെ കിടന്ന പല റെക്കോർഡുകളും തകർത്ത് താഴെയിട്ടിട്ടുണ്ട് അയാൾ. ഇന്നലെ പാറ്റ് കമ്മിൻസിനെ പ്രഹരിച്ചാണ് വൈഭവ് തുടങ്ങിയത്. ബൗണ്ടറിലെസ്സായി അവസാനിക്കുമായിരുന്ന ആദ്യ ഓവറിലെ അവസാന പന്ത് 141 കിലോമീറ്റർ വേഗതയിൽ ഓഫ് സ്റ്റമ്പിന് പുറത്തെത്തിയ ആ പന്തിനെ കമ്മിൻസിന്റെ തലക്ക് മുകളിലൂടെ നിലം തൊടാതെ തൂക്കി വൈഭവ്. ആൻഡ് ഹിയർ വി ഗോ. അടുത്ത ഓവറിൽ 140 കിലോമീറ്റർ വേഗതയിലെത്തി ഈശാൻ മലിംഗയുടെ ഒരു ഷോർട്ട് ബോളിനെ അയാൾ ഗാലറിയിൽ എത്തിച്ചു. പാറ്റ് കമ്മിൻസ് എറിഞ്ഞ അടുത്ത ഓവറിൽ ഹൈദരാബാദിന്റെ കയ്യിൽ നിന്ന് എല്ലാം പിടിവിട്ടുപോയി. 2ാം പന്തിൽ ഒരു 4. കമ്മിൻസിന് അയാൾ ആദ്യ ഓവറിൽ തന്നെ സൂചന കൊടുത്തതാണ്. ഹൈദരാബാദ് നായകൻ തന്റെ പ്ലാനുകളിൽ എയും ബിയും സിയും ഒക്കെ മാറി മാറി പരീക്ഷിച്ചു. ഷോർട്ട് ബോൾ, സ്ലോവർ ഡെലിവറീസ്, അങ്ങനെ പലതും. ഒരു കാര്യവും ഉണ്ടായില്ല. ആ ഓവറിൽ 3 തവണ തുടരെ പന്ത് ഗാലറിയിലേക്ക് മൂളിപ്പറന്നു. ആ ഓവറിൽ ആകെ പറന്നത് 25 റൺസ്. പവർ പ്ലേയിൽ കമ്മിൻസ് തന്റെ 3ാം ബോളറെ വിളിച്ചു, സാക്കിബ്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ആ ഓവറിലും പറത്തി വൈഭവ് 3 സിക്സറുകൾ, 16 ബോളിൽ 50. ആ ഓവറിലെ 5ാം പന്ത് ഒരു സ്ലോവർ ഡെലിവറി ആയിരുന്നു. അതിനെ ലോങ് ഓഫിലൂടെ ഗാലറിയിൽ എത്തിച്ച് വൈഭവ് ഒറ്റ സീസണിൽ 60 സിക്സറുകൾ എന്ന വലിയ നാഴികക്കല്ലിൽ തൊട്ടു. ഒരു സീസണിൽ അത്രയും സിക്സറുകൾ IPL-ലെ കഴിഞ്ഞ 18 സീസണുകളിൽ ഒരാൾ പോലും കുറിച്ചിട്ടില്ല. 2012-ൽ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ എഴുതിയിട്ട റെക്കോർഡ് 1.5 പതിറ്റാണ്ടിനിപ്പുറം പഴങ്കഥയായി. അതും ഒരു 15-കാരന് മുന്നിൽ. സാക്കിബിനും ഈശാൻ മലിംഗയ്ക്കുമൊക്കെ വീണ്ടും കിട്ടി വൈഭവിന്റെ കയ്യിൽ നിന്ന്. രാജസ്ഥാൻ സ്കോർ ബോർഡ് 100 റൺസിന് വെറും 4 റൺസ് മാത്രം അകലെയായിരുന്നു. ഒരൊറ്റ വിക്കറ്റ് പോലും പോകാതെ 96 റൺസ്. അതിൽ 71 പറഞ്ഞത് വൈഭവിന്റെ ബാറ്റിൽ നിന്ന്. പ്രഫുൽ ഹിംഗയുടെ അടുത്ത ഓവറിൽ പുറത്താകുന്നുണ്ട് വൈഭവ്. പക്ഷേ ആ ഓവറിൽ 2 സിക്സറും 2 4ഉം പായിച്ച ശേഷമാണ് അയാൾ വീണത്. അത്രമേൽ തല്ലുകൊണ്ടിട്ടും ഹിംഗെ ആ വിക്കറ്റ് മതിമറന്ന് ആഘോഷിക്കുന്നത് കണ്ടു. അതിലുണ്ട് എല്ലാം. അല്ലെങ്കിൽ IPL-ൽ 300 എന്ന മാന്ത്രിക സംഖ്യയിൽ ആദ്യം തൊടുമെന്ന് സകലരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഹൈദരാബാദിനെതിരെ തന്നെ ചിലപ്പോൾ രാജസ്ഥാൻ ആ മാമത്ത് ടോട്ടൽ പടുത്തുയർത്തിയനെ. വൈഭവ് നിരാശനായി ആ 22 വാര പിച്ചിൽ നിന്നു. IPL-ലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി വെറും ഒരൊറ്റ പന്തിലെ മിസ്കാൽക്കുലേഷനിൽ അയാൾക്ക് നഷ്ടമാകുന്നു. 12 ഓവർ കൂടി ആ മത്സരത്തിൽ ബാക്കിയുണ്ടായിരുന്നു. അതിൽ ഒരു 6 ഓവർ കൂടി അയാൾ ആ മൈതാനത്ത് തുടർന്നിരുന്നെങ്കിൽ
ചിലപ്പോൾ IPL-ലെ സർവകാല റെക്കോർഡുകൾ പലതും ഇന്നലെ മുളൻപൂരിൽ പിറന്നേനെ. വെറും 29 പന്തിൽ 97 റൺസായിരുന്നു ഇന്നലെ വൈഭവിന്റെ സമ്പാദ്യം. 12 സിക്സറുകളും 5 ഫോറുകളും അയാളുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു. അതായത് അടിച്ചെടുത്ത 97-ൽ 92 പറഞ്ഞത് ബൗണ്ടറികളിൽ നിന്നാണെന്ന്. 334 ആയിരുന്നു സ്ട്രൈക്ക് റേറ്റ്, എ മാജിക്കൽ നമ്പർ. ഇനി അയാൾ കുറിച്ച റെക്കോർഡുകൾ നോക്കാം. ഈ സീസണിൽ ഇതിനോടകം 65 സിക്സറുകൾ വൈഭവ് പായിച്ചു കഴിഞ്ഞു. കളികൾ ഇനിയും ബാക്കിയുണ്ട്. ക്രിസ് ഗെയിൽ 59 സിക്സറുകൾ എന്ന മൈൽ സ്റ്റോണിൽ തൊടാൻ എടുത്തത് 456 പന്തുകളാണെങ്കിൽ അത് പൊളിക്കാൻ വൈഭവിന് വേണ്ടി വന്നത് വെറും 266 പന്തുകളാണ്. 16 പന്തിൽ വൈഭവ് ഇന്നലെ കുറിച്ച അർദ്ധ സെഞ്ചുറി IPL പ്ലേ ഓഫുകളിലെ ജോയിന്റ് ഫാസ്റ്റസ്റ്റ് ആണ്. 2014-ൽ സുരേഷ് റെയ്നയും 16 പന്തിൽ 50 കുറിക്കുന്നുണ്ട്. 242.85 ഈ സീസണിൽ വൈഭവിന്റെ സ്ട്രൈക്ക് റേറ്റ്. 15 ഇന്നിംഗ്സുകളിൽ നിന്ന് അയാൾ 680 റൺസ് ഇതിനോടകം സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഒരു T20 ടൂർണമെന്റിൽ 200 സ്ട്രൈക്ക് റേറ്റിൽ 600+ സ്കോർ സ്വന്തമാക്കുന്ന ആദ്യ ബാറ്ററാണ് വൈഭവ്. ഇന്നലെ അയാൾ കുറിച്ച 12 സിക്സറുകൾ IPL പ്ലേ ഓഫുകളിലെ റെക്കോർഡാണ്. ഇതിനു മുമ്പ് ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ ഒരാളും ഇത്രയധികം സിക്സറുകൾ പറത്തിയിട്ടില്ല. ഒപ്പം ഒരു IPL ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന തന്റെ തന്നെ റെക്കോർഡിനൊപ്പം ഒരിക്കൽ കൂടി എത്തി വൈഭവ്. ഇന്നലെ വൈഭവ് പറത്തിയ 12-ൽ 8 സിക്സറുകളും വന്നത് പവർ പ്ലേയിലാണ്. IPL-ൽ പവർ പ്ലേ ഫേസിലെ റെക്കോർഡ് നമ്പറാണിത്. 334 സ്ട്രൈക്ക് റേറ്റിൽ ഒരു 90+ സ്കോർ ഇതിനു മുമ്പ് IPL-ൽ ആരും കുറിച്ചിട്ടില്ല. IPL-ൽ ഇതുവരെ വൈഭവ് 5 അർദ്ധ സെഞ്ചുറികൾ പവർ പ്ലേയിൽ തന്നെ കുറിച്ചു കഴിഞ്ഞു. ഈ സീസണിൽ വൈഭവ് അടിച്ചുകൂട്ടിയ 680-ൽ 490 പിറന്നത് പവർ പ്ലേയിലാണ്. IPL ചരിത്രത്തിൽ ഇതും സർവകാല റെക്കോർഡാണ്. ഈ 15-കാരന് മുന്നിൽ പഴങ്കഥകളാകാൻ റെക്കോർഡുകൾ എത്ര ബാക്കി കിടക്കുന്നു. പ്ലാൻ എയും ബിയും സിയും ഒക്കെയായി ഇനിയും ഇതുവഴി വരിക.